സമാദരണീയരായ സത്യവിശ്വാസികൾ, സർവ്വലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയും അല്ലാഹു ഇഷ്ടപ്പെടും വിധത്തിൽ ജീവിതം ക്രമീകരിക്കുന്ന യഥാർത്ഥ മുത്തഖികളിൽ, മുഅ്മിനുകളിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പുതിയ ഒരു വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് വിശ്വാസി സമൂഹം. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ എല്ലാം തീരുമാനിക്കപ്പെടുന്ന ഹിജറ കലണ്ടർ പ്രകാരം ഒരു വർഷം അവസാനിക്കുകയും അടുത്ത ഒന്നിലേക്ക് പ്രവേശിക്കാൻ പ്രതീക്ഷയോടുകൂടി ഇരിക്കുകയും ചെയ്യുകയാണ്. 1443 വർഷം പിന്നിടുകയും 1444 അത് ആഗതമാകുവാൻ ഒരുങ്ങി നിൽക്കുകയും ചെയ്യുന്നു. ഈ ഒരു സമയത്ത് വിശ്വാസികൾ എന്ന നിലക്ക് നമ്മളിൽ ഉണ്ടായിരിക്കേണ്ടുന്ന ചില ചിന്തകളെയാണ് ഇന്ന് നിങ്ങളുമായി ചർച്ച ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി നമ്മളിൽ ഉണ്ടാകേണ്ടുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത്, എന്തും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു സന്ദർഭത്തിൽ ഇനി ഒരിക്കലും ഒന്നും ചെയ്യാൻ സാധ്യമാകാത്ത ഒരു സമയത്തിനു വേണ്ടി കഴിയുന്നത് ചെയ്തു വെക്കുക എന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസത്തിന്റെ ഭാഗമായി കൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇനി ഒരു ദിനം വരാനുണ്ട് നമുക്ക്, അന്ന് എന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല, എന്നെ ആളുകൾ ചുമലിലേറ്റി ബർസസിലേക്ക് എത്തിക്കുന്ന ഒരു ദിനം നമ്മളിൽ വരാനുണ്ട്. അതിന് മുന്നോടിയായി ഒന്നും ചെയ്യാൻ കഴിയാത്ത ആ ദിവസങ്ങൾക്ക് വേണ്ടി ചിലതൊക്കെ ചെയ്തു വെക്കാനും വിശ്വാസികൾ തയ്യാറാകേണ്ടതുണ്ട്. ഇസ്ലാമിന്റെ ഈ തത്വമാണ് പരലോക വിശ്വാസമായിക്കൊണ്ട് ആ പരലോകത്തെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ സന്നദ്ധരാകുവാൻ നമ്മെ പ്രേരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. വിശുദ്ധ ഖുർആൻ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം പറയുന്നുണ്ട്. നമുക്കെല്ലാം ഓർമ്മയുള്ള ചരിത്രമാണ്. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കടലിലേക്ക് എറിയപ്പെടുന്നതും അവിടെ നിന്ന് അത്യത്ഭുതകരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല യൂനുസ് നബിയെ രക്ഷപ്പെടുത്തുന്നതുമൊക്കെ ആയിട്ടുള്ള ചരിത്രം നമുക്ക് സുപരിചിതമാണ്. യൂനുസ് നബി ആ കപ്പലിൽ നിന്ന് എറിയപ്പെട്ട് വലിയ ഒരു മീനിനാൽ വിഴുങ്ങപ്പെട്ട അവസ്ഥയിൽ ആ പ്രവാചകൻ നടത്തിയ പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ 21-ാം അധ്യായം സൂറ അംബിയായിലെ 87-ാമത്തെ വചനത്തിലൂടെ നമ്മെ ഉണർത്തുന്നുണ്ട്. ഫനാദാ ഫിദ്ദുൽമാത്, യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ മത്സ്യത്തിന്റെ വയറ്റിലാകുന്ന ഇരുട്ടിൽ നിന്നുകൊണ്ട് അല്ലാഹുവിനെ വിളിച്ചു, അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. പടച്ചവനെ, നീ അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല. പരമകാരുണികനായ പരിശുദ്ധനായ അല്ലാഹുവേ, ഞാൻ അക്രമം ചെയ്യുന്നവരിൽ പെട്ടുപോയിട്ടുണ്ട് എന്ന് യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം നടത്തിയ പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ നമ്മെ എടുത്ത് സൂചിപ്പിക്കുന്നതായി കാണുവാൻ സാധിക്കും. തുടർന്ന് യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ ആ ഇരുട്ടിൽ നിന്ന്, അന്ധകാരത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തിയതിന് ശേഷം യൂനുസ് നബിയോടായിക്കൊണ്ട് പറയുന്ന ഒരു വർത്തമാനമുണ്ട്. 37-ാം അധ്യായം സൂറത്തു സാഫാത്തിലെ 143-144 വചനങ്ങൾ. ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ,
ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അഥൂൻ ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ. ആ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമെ എങ്ങാനും അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നവനായിരുന്നില്ല എങ്കിൽ, അഥവാ അള്ളാഹുവിനെ സ്തുതിക്കുകയും വണങ്ങുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും അള്ളാഹുവിൽ വരവേൽപ്പിക്കുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവനായിരുന്നില്ല. എപ്പോ? മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ടതിന് ശേഷമല്ല, അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ ആ മത്സ്യത്തിന്റെ വയറ്റിൽ എത്തിപ്പെടുന്നതിന് മുമ്പ് അള്ളാഹുവിനുള്ള വിശ്വാസവും അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയും നിലനിർത്തുന്ന ആളായിരുന്നില്ല എങ്കിൽ അന്ത്യനാൾ വരെയും ആ മത്സ്യത്തിന്റെ വയറ്റിൽ തന്നെ അദ്ദേഹത്തിന് കഴിച്ചു കൂട്ടേണ്ടി വരുമായിരുന്നു എന്ന് അള്ളാഹു പറയുന്നതായി കാണുവാൻ സാധിക്കും. കടലിലേക്ക് എറിയപ്പെട്ട, കടലിൽ ചെന്ന് വീണപ്പോ അള്ളാഹുവിനോട് വിളിച്ചത് കൊണ്ടല്ല അള്ളാഹു യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ രക്ഷപ്പെടുത്തിയത്. നേരെ മറിച്ച് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ കടലിലേക്ക് എറിയപ്പെടുന്നതിന് മുൻപ്, മത്സ്യം വിഴുങ്ങുന്നതിന് മുൻപും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും അള്ളാഹുവിനോട് അപേക്ഷിക്കുകയും അള്ളാഹുവിന് വേണ്ടി തസ്ബീഹുകളും തഹ്ലീലുകളും തഹ്മീദുകളും നിർവഹിക്കുകയും ചെയ്ത ആളായിരുന്നു എന്നതുകൊണ്ടാണ്. അതല്ലായിരുന്നുവെങ്കിൽ അന്ത്യദിനം വരെയും ആ മത്സ്യത്തിന്റെ വയറ്റിൽ കഴിയേണ്ടി വരുമായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി കാണുവാൻ സാധിക്കും. ഇതുപോലെ സമാനമായ മറ്റൊരു സംഭവമുണ്ട്. കടലിലേക്ക് ചെന്നു വീണപ്പോ ഇനി ആരും രക്ഷയില്ല എന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിലേക്ക് വിളിച്ച മറ്റൊരാൾ കൂടിയുണ്ട്. ജീവിതത്തിൽ എല്ലാം കഴിയുമായിരുന്ന സമയത്ത്, ആരോഗ്യമുണ്ടായിരുന്ന സമയത്ത്, അധികാരമുണ്ടായിരുന്ന സമയത്ത്, അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ സുഖലോലുപതകളും അനുഭവിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന കാലത്ത് എല്ലാവിധ തോന്നിയവാസങ്ങളും തെമ്മാടിത്തരങ്ങളും അള്ളാഹുവിനെ അടക്കം വെല്ലുവിളിക്കുകയും അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ ധിക്കരിക്കുകയും ചെയ്തുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ ധിക്കാരിയായ ഫിർഔനിനെ നമുക്കറിയാം. ആ ഫിർഔനും ഇതുപോലെ കടലിലേക്ക് അകപ്പെട്ടു പോകുന്ന സമയത്ത് ഇനിയും ഒരു രക്ഷയില്ലാതെ തനിക്ക് ഇനി അല്ലാഹുവല്ലാതെ മറ്റൊരു ആളുമില്ല രക്ഷപ്പെടുത്തുവാൻ എന്ന് ബോധ്യപ്പെടുന്ന സമയത്ത് ഫിർഔൻ അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ കടൽ കടന്ന് രക്ഷപ്പെട്ട് മറുകരയിലെത്തിയിട്ടുള്ള മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെയും മൂസാ നബിയുടെ കൂടെയുള്ള ബനൂ ഇസ്രായേലുകാരെയും വിളിച്ചുകൊണ്ട് ഫിർഔൻ പറയുന്ന ഒരു വർത്തമാനം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ 10-ാം അധ്യായം സൂറ യൂനുസിലെ 90 മുതൽ 91 വചനങ്ങൾ. ഖാല ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ. ഫിർഔനിന്റെ പ്രഖ്യാപനമാണ്. ഫിർഔൻ പറയുന്നത്, ബനൂ ഇസ്രായേലിൽ വിശ്വസിച്ചിരിക്കുന്ന, അവർ വിശ്വസിച്ചതായിട്ടുള്ള ഏകനായ രക്ഷിതാവിൽ ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു. വഅന മിനൽ മുസ്ലിമീൻ, ഞാനിപ്പോൾ ഇതാ സർവവും ലോകരക്ഷിതാവായ അള്ളാഹുവിന് കീഴ്പ്പെട്ടവനായി മാറിയിരിക്കുന്നു, ഞാൻ ഇന്നു മുതൽ മുസ്ലിമാണ് എന്ന പ്രഖ്യാപനം ഫിർഔൻ നടത്തിയപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർഔനിനെ കടലിൽ വീണ ആളായതുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് കൊണ്ട് രക്ഷപ്പെടുത്തിയില്ല. നേരെ മറിച്ച് അള്ളാഹു ആ ഫിർഔനിനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് വിശുദ്ധ ഖുർആനിൽ. ഇപ്പോഴാണോ നിനക്ക് വിളിക്കാൻ തോന്നിയത്? ഇപ്പോഴാണോ നിനക്ക് ബോധ്യപ്പെട്ടത്? ഇപ്പോഴാണോ നിന്റെ ചിന്തയിൽ അള്ളാഹു എന്ന ആ ഒരു വിളി കടന്നു വന്നത്? ഇതിനു മുൻപും അള്ളാഹുവാണ് എല്ലാത്തിനും കഴിവുള്ളവൻ എന്ന് നിന്നോട് എന്റെ പ്രവാചകന്മാർ വന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അപ്പോഴെല്ലാം നിന്റെ അഹങ്കാരം, നിന്റെ ഭൂമിയിലെ സ്ഥാനമാനങ്ങൾ, നിന്റെ ആരോഗ്യം, നിന്റെ പദവി എല്ലാം ഇതിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ, ഇതിനെ ധിക്കരിക്കുവാൻ നിന്നെ പ്രേരിപ്പിച്ചുവെങ്കിൽ ഇപ്പോഴാണോ നീ നിലവിളിക്കുന്നത് എന്ന ഒരു ചോദ്യമുണ്ട് വിശുദ്ധ ഖുർആനിൽ. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ ആ ഫിർഔനിനെ കടലിൽ താഴ്ത്തിയതിന് ശേഷം, അവിടെ വെച്ച് നശിപ്പിച്ചതിന് ശേഷം പറയുന്നൊരു വർത്തമാനമുണ്ട്. നിനക്ക് പിന്നിൽ ഇനിയും തലമുറകൾ വരാനുണ്ട്, ഒരുപാട് ആളുകൾ ഇനിയും ഈ ലോകത്തേക്ക് കടന്നു വരാനുണ്ട്. അവർക്കെല്ലാം ഒരു ദൃഷ്ടാന്തമാകുന്ന രൂപത്തിൽ നിന്റെ ശരീരത്തെ നാം രക്ഷപ്പെടുത്തുക തന്നെ ചെയ്യും. ഇന്നും ധിക്കാരികൾക്ക്, അഹങ്കാരികൾക്ക് ഒരു അടയാളമായി, അവർക്കൊരു ആയത്തായി, ദൃഷ്ടാന്തമായിക്കൊണ്ട് ഫിർഔനിനെ ഇന്നും ബാക്കിയാക്കി വെച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ആരോഗ്യമുള്ള സമയത്ത്,
നമുക്ക് പ്രാപ്തിയുള്ള സമയത്ത് അള്ളാഹുവിനോട് അടുക്കാനും അള്ളാഹുവിനെ തിരിച്ചറിയുവാനും അള്ളാഹുവിനു വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാനും അള്ളാഹുവിനു വേണ്ടി തസ്ബീഹും തഹ്മീദും ചെയ്യുവാനും നാം എപ്പോൾ തയ്യാറാകുന്നുവോ അവിടെയാണ്. അതല്ലാത്ത സമയത്ത്, ആരോഗ്യം ക്ഷയിക്കുന്ന സമയത്ത്, സമ്പത്ത് നഷ്ടപ്പെട്ടു പോകുന്ന സമയത്ത്, വലിയ പ്രതിസന്ധികൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് അള്ളാഹുവിന്റെ തണലുണ്ടാവുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം. അത് പുതിയ ഒരു വർഷത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ഒരു വർഷം എങ്ങനെയായിരുന്നു എന്ന ചിന്ത നമ്മളിൽ ഉണ്ടാക്കുവാൻ വേണ്ടിയാണ്. കഴിഞ്ഞൊരു വർഷം ഒരു അള്ളാഹുവുമായി അടുക്കുവാൻ, അള്ളാഹുവിന്റെ പ്രീതി നേടിയെടുക്കുവാൻ, നോക്കൂ നിങ്ങൾ, പ്രാർത്ഥന സ്വീകരിക്കാനുള്ള അർഹത നേടിയെടുക്കുവാൻ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് ആലോചിക്കാൻ വേണ്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതുകൊണ്ടാണ്. നിന്റെ പ്രതാപത്തിന്റെ കാലത്ത്, നിന്റെ ഐശ്വര്യത്തിന്റെ കാലത്ത് നീ അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞുകൊള്ളണം. നീ അള്ളാഹുവിനെ തിരിച്ചറിയണം, അള്ളാഹുവിന്റെ കഴിവറിയണം, അവന്റെ പ്രതാപം തിരിച്ചറിയണം, നിന്റെ കഴിവുകേടുകൾ തിരിച്ചറിയണം. അങ്ങനെയെങ്കിൽ, അങ്ങനെ നിന്റെ ഐശ്വര്യത്തിന്റെ കാലത്ത് നിനക്ക് അതിന് സാധിക്കുന്നുവെങ്കിൽ ഈ അരിമുഖ ഭിക്ഷിച്ച നിനക്ക് പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് അള്ളാഹു നിന്നെ മനസ്സിലാക്കും. അള്ളാഹു നിന്റെ പ്രതിസന്ധികളെ മനസ്സിലാക്കും, അത് ദൂരീകരിച്ചു തരും. നിന്റെ പ്രയാസങ്ങളെ അള്ളാഹു മനസ്സിലാക്കും, അതിനെ ദൂരീകരിച്ചു തരും. അതല്ലാതെ ഐശ്വര്യമുള്ള സമയത്ത്, ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ധനം എന്ന് മാത്രം കരുതേണ്ടതില്ല. ആരോഗ്യമുള്ള ആളുകൾ തന്റെ ആരോഗ്യം ആ ഒരു യുവത്വത്തിന്റെ കാലഘട്ടത്തിൽ അള്ളാഹുവിനെ ധിക്കരിച്ചും തോന്നിയതുപോലെ ജീവിച്ചുമൊക്കെ കഴിഞ്ഞിട്ട് ആരോഗ്യം നഷ്ടമാകുന്ന സമയത്ത്, ശരീരത്തിന്റെ സൗന്ദര്യമൊക്കെ നഷ്ടപ്പെട്ട് തൊലിയൊക്കെ ചുറ്റിച്ചുളിഞ്ഞ് നരയുടെ അല്ലെങ്കിൽ ഖബറിലേക്ക് എത്താനുള്ള അടയാളമായിക്കൊണ്ട് നര തലയിൽ ജ്വലിക്കുന്ന സമയത്ത് ഇനി ഞാൻ അള്ളാഹുവിലേക്ക് മടങ്ങുകയാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ തിരിച്ചറിയേണ്ടുന്നത് അള്ളാഹു നമ്മളെ കൈവിടാനുള്ള സാധ്യതകളുണ്ട് എന്നാണ്. അള്ളാഹു നമ്മളെ സ്വീകരിക്കാതിരിക്കാനുള്ള സാധ്യതകളുണ്ട്. എപ്പോഴാണ് എന്നറിയോ? ഐശ്വര്യത്തിന്റെയും പ്രതാപത്തിന്റെയും ആരോഗ്യത്തിന്റെയും ഒക്കെ കാലഘട്ടത്തിൽ ഈ സത്യം തിരിച്ചറിഞ്ഞതിന് ശേഷവും ഇതിനോട് വിമുഖത കാണിച്ചുകൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എങ്കിൽ അവിടെ അള്ളാഹുവിന്റെ സഹായം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും എന്ന തിരിച്ചറിവ് നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാകേണ്ടതുണ്ട്. മറ്റൊന്ന്, ഒരു പുതിയ വർഷത്തിലേക്ക് കടന്നു പോകുമ്പോൾ അതിനെ ആഘോഷമായിക്കൊണ്ട് കടന്നു പോകാൻ കഴിയും എന്ന ഒരു ലോകക്രമത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനേയും ആഘോഷമാക്കി മാറ്റുവാനുള്ള ഒരു മാനസികാവസ്ഥയിലാണ് ഇന്നത്തെ ലോകക്രമമുള്ളത്. നമ്മളും ഏകദേശം അങ്ങനെ തന്നെയാണ്. ഹിജറ കലണ്ടറിന്റെ പ്രത്യേകതയോ ഒന്നും മനസ്സിലാകാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഇതിന് വലിയ പ്രാധാന്യം നമ്മുടെ ഭൗതിക ജീവിതത്തിൽ നൽകാത്തത് കൊണ്ടോ ഒക്കെ ഒരു ന്യൂ ഇയർ വന്നത് നമ്മൾ പലരും മെമ്പറിൽ നിന്ന് കേൾക്കുമ്പോഴോ ഒക്കെയാണ് അറിയാറുള്ളത്. നമ്മുടെ നാട്ടിൽ ന്യൂ ഇയറായി ആഘോഷിക്കുന്ന അല്ലെങ്കിൽ കടന്നു വരുന്ന മാസങ്ങളിൽ വലിയ ആഘോഷങ്ങളായിക്കൊണ്ടാണ് നമ്മൾ അതിനെ സ്വീകരിക്കാറുള്ളത്. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിലുണ്ടായിരിക്കേണ്ടുന്ന ചിന്തയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് 21-ാം അധ്യായം സൂറത്തു അംബിയായിലെ 1-ാമത്തെ വചനം, ഈ ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും, അവൻ എന്താ മനസ്സിലാക്കേണ്ടതെന്നറിയോ? ഈ ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും, അവന്റെ വിചാരണ അടുത്തു വന്നിട്ടുണ്ട്. അള്ളാഹുവിനെ കണ്ടുമുട്ടുവാൻ സമയമായിട്ടുണ്ട്. ഓരോ നിമിഷങ്ങൾ കഴിയുമ്പോഴും, ഓരോ സെക്കൻഡുകൾ കഴിയുമ്പോഴും, മണിക്കൂറുകൾ കഴിയുമ്പോഴും, ഓരോ ദിവസങ്ങളും കറങ്ങി മാറുമ്പോഴും, അതിലെല്ലാം നമ്മുടെ ജീവിതം ഇങ്ങനെ സുഖമായിക്കൊണ്ട് പോകുമ്പോഴുമൊക്കെ മനുഷ്യൻ, വിശ്വാസിയായ മനുഷ്യൻ തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യം, അവന്റെ തിരിച്ചറിവിൽ വരേണ്ടുന്ന ഒരു കാര്യം, ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും, അവരുടെ വിചാരണയുടെ സമയമെടുത്തിട്ടുണ്ട്. അവർ അള്ളാഹുവിനെ കണ്ടുമുട്ടുവാനുള്ള ദൂരം കുറഞ്ഞിട്ടുണ്ട്, ഖബറിലേക്കുള്ള ദൂരം കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മളെന്താണ് ആഘോഷിക്കുന്നത്? 17 വയസ്സായവൻ 18 വയസ്സായതിന്റെ സന്തോഷമാണ് പങ്കിടുന്നത്. ആ സന്തോഷം എങ്ങനെയാണ് ഒരു വിശ്വാസിക്ക് പങ്കിടാൻ കഴിയുക? ആ 17 വർഷവും എനിക്ക് ലാഭകരമാണ് എന്ന് അവന്റെ കണക്കെടുപ്പ് അവനെ ബോധ്യപ്പെടുത്തുന്നുവെങ്കിൽ, 17 വർഷം ജീവിച്ചിട്ട് അല്ലെങ്കിൽ 40 വർഷം ജീവിച്ചിട്ട് ആ 40 വർഷവും കഴിഞ്ഞ 40 വർഷവും എനിക്ക് ലാഭകരമായിരുന്നു, അള്ളാഹുവിന്റെ കണക്ക് നോക്കുമ്പോ അതെനിക്ക് തൃപ്തികരമായ ഒരു ജീവിതം നൽകുവാൻ
അതിന്റെ ബർസഖിലും തുടർന്ന് പരലോകത്തും എനിക്ക് തൃപ്തികരമായ ഒരു ജീവിതം നൽകുന്നതാണ് എന്നൊരു തിരിച്ചറിവ് വിശ്വാസിക്കുണ്ടാവുകയാണ് എങ്കിൽ അത് ശരിയാണ്. എന്നാൽ നേരെ മറിച്ച് അങ്ങനെ ഒരു കണക്കെടുപ്പ് നടത്തുകയോ അതിനെക്കുറിച്ച് ആലോചിക്കുകയോ ഒന്നും ചെയ്യാതെ വെറും ലോകക്രമത്തിന്റെ ഭാഗമായിക്കൊണ്ട് എങ്ങനെയാണ് വിശ്വാസികൾക്ക് പുതുവർഷങ്ങളെ പുതുദിനങ്ങളെ ആഘോഷമാക്കാൻ സാധിക്കുക എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. തുടർന്ന് അല്ലാഹു പറഞ്ഞത് വഹും ഫീ ഗഫ്ലത്തിൻ മുഗ്രിദൂൻ, അവർ അശ്രദ്ധയിലാണ്. ഈ ഒരു വർഷം കഴിഞ്ഞു പോയതിനെ തൊട്ട് അശ്രദ്ധയിലാണ്. അശ്രദ്ധയിലായിക്കൊണ്ട് അവർ തിരിഞ്ഞു കളയുകയും ചെയ്തവരാണ് എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നതായി കാണുവാൻ സാധിക്കും. അപ്പോ ഒരു പുതിയ ഒരു വർഷത്തിലേക്ക് കാലെടുത്തു വെക്കുമ്പോൾ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു വർഷത്തെ കണക്കെടുപ്പ് നടത്തേണ്ടുന്ന സമയമാണ്. കഴിഞ്ഞ വർഷങ്ങളിലെ നമസ്കാരം, ആ റമദാനിലെ നോമ്പുകൾ, മറ്റ് ആരാധനാ കർമ്മങ്ങൾ, എന്റെ വൈയക്തികമായ ഇടപെടലുകൾ, പെരുമാറ്റങ്ങൾ, സംസാരങ്ങൾ, ഇതെല്ലാം എത്രത്തോളം വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നന്നാക്കി തീർക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന ഒരു കണക്കെടുപ്പ്, ഒരു ആലോചന നടത്തേണ്ടുന്ന സമയമാണ്. അതിന് അവന് ഏറ്റവും പ്രേരകമായി ആകേണ്ടത് ഈ വചനം തന്നെയാണ്. ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും, വിചാരണ അടുത്തിട്ടുണ്ട്. ഈ പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നതുപോലെ സ്വന്തം കാലിൽ നടന്ന് തിരിച്ചു പോകാമെന്ന് നമുക്കാർക്കും ഒരു ഉറപ്പുമില്ല. ഹിസാബ് അത്രമേലടുത്താണ്. ഹിസാബ് അത്രമേലടുത്താണ്. അങ്ങനെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന അതിനെക്കുറിച്ചുള്ള ആ ഒരു വിചാരണയെക്കുറിച്ചുള്ള ചിന്തയാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇനി വരുന്ന ജീവിതത്തെ ക്രമീകരിക്കുവാൻ അവന് പ്രചോദനമാകേണ്ടുന്നത്. ആ രൂപത്തിലേക്ക് ഈ ഒരു വർഷത്തെ കണക്കാക്കുവാനും വരുന്ന ദിവസങ്ങളിൽ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുവാനും വിശ്വാസികൾക്ക് സാധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന് മുഹറം. മുഹറം എന്ന് പറയുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു മാസമാണ്. ധാരാളം പ്രതീക്ഷകൾ, അവന്റെ മുന്നോട്ടുള്ള ജീവിതത്തിന് പ്രതീക്ഷകൾ നൽകുന്ന ഒരു മാസമാണ് മുഹറം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക്, മാനവർക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ പുലരും, അത് സത്യസന്ധമായി ഭവിക്കുക തന്നെ ചെയ്യും എന്ന് ചരിത്രം കൊണ്ട് ബോധ്യപ്പെടുത്തിയ മാസമാണ് മുഹറം എന്ന് പറയുന്നത്. സത്യത്തിന് വിജയമുണ്ടാകും. അസത്യത്തിന്റെ വക്താക്കൾ എന്നും പരാജയം അനുഭവിക്കേണ്ടി വരും. കാരണം നമുക്കൊരു കുഴപ്പമുള്ളത്, നമ്മൾ വിജയവും പരാജയവും നിർണയിക്കുന്നത് കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ വിജയപരാജയങ്ങളെ നിർണയിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കിയത് ഏറ്റവും വലിയ അധികാര ശക്തി ആരുടെ കയ്യിലാണോ അവരാണ് വിജയിക്കുക. ഏറ്റവും വലിയ സായുധ സേന ആരുടെ പക്കലാണോ അവനാണ് ശക്തൻ, അവനാണ് വിജയമുണ്ടാവുക. സാമ്പത്തികമായി ഏറ്റവും നല്ല ഭദ്രത ഉള്ള ആളുകൾ ആരാണോ അവർക്കാണ് വിജയമുണ്ടാവുക എന്ന സാമൂഹിക ക്രമത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിനപ്പുറം കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്ത് അള്ളാഹുവിന്റെ ഇടപെടലുണ്ടാകും. അള്ളാഹുവിന്റെ സത്യം പുലരുക തന്നെ ചെയ്യും. അള്ളാഹുവിന്റെ വാഗ്ദാനം പുലരുക തന്നെ ചെയ്യും എന്ന് വിശ്വാസികളെ ഓർമ്മിപ്പിച്ച മാസമാണ് റമദാൻ മുഹറം എന്ന് പറയുന്നത്. മുഹറം എന്നത് നമുക്കെല്ലാം അറിയുന്നത് പോലെ തന്നെ പവിത്രമാക്കപ്പെട്ട 4 മാസങ്ങളിൽ ഒന്നാണ്. ദുൽഖഅദും ദുൽഹിജ്ജയും തുടർന്ന് വരുന്ന പവിത്രമായ മാസമാണ് മുഹറം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മുഹറം 10-നാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെയും മൂസാ നബിയുടെ ജനതയെയും മൂസാ നബിയിൽ വിശ്വസിച്ച ആളുകളെയും അന്നത്തെ ഏറ്റവും വലിയ കിരാത ഭരണം നടത്തിയിരുന്ന ഫിർഔനിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. അത് ഏറ്റവും അത്ഭുതകരമായി ഒരു രക്ഷപ്പെടുത്തൽ നടത്തിയത്. അവിടെ നമ്മൾ തിരിച്ചറിയേണ്ടുന്ന ചില പാഠങ്ങളുണ്ട്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയും മൂസാ നബിയുടെ ആദർശത്തിൽ വിശ്വസിച്ച അതിനെ പിന്തുടരുന്ന ആളുകളും മൂസാ നബിയോടൊപ്പം ആ ശത്രുക്കളിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നത്, അവസാനം എത്തിച്ചേരുന്നത് കടൽക്കരയിലാണ്. പിന്നിൽ വരുന്ന സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം അവർ വിചാരിച്ചത് ഇനി ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കൊരു രക്ഷയില്ല, രക്ഷാമാർഗമില്ല, അവിടെ വെച്ച് അവരെ ഇല്ലായ്മ ചെയ്യാം
പൂർണ്ണമായും മുഴുവനായും എല്ലാവരെയും ഇല്ലായ്മ ചെയ്യാം എന്ന സന്തോഷത്തോടു കൂടിയാണ് ആ സൈന്യം അവരെ പിന്തുടർന്നുകൊണ്ടുവരുന്നത്. അതുതന്നെയായിരുന്നു ഫിർഔനിന്റെ എക്കാലത്തെയും ലക്ഷ്യമെന്ന് പറയുന്നത്. ഫിർഔൻ ആ നാട്ടിൽ നടപ്പിലാക്കിയ രീതി എന്ത് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. ഫിർഔനിന്റെ കുടുംബത്തിൽ നിന്ന് നിങ്ങളെ നാം രക്ഷപ്പെടുത്തിയ സന്ദർഭം നിങ്ങൾ ഓർക്കണം. യസൂമൂനകും സൂഅൽ അദാബ്, നിങ്ങളെ അതിനീചമായ ശിക്ഷകൾക്ക് അവൻ വിധേയമാക്കിക്കൊണ്ടിരുന്ന സന്ദർഭം. യുദബ്ബിഹൂന അബ്നാഅക്കും വയസ്തഹ്യൂന നിസാഅക്കും, നിങ്ങളിലെ സ്ത്രീകളെ ജീവിക്കാൻ അനുവദിക്കുകയും നിങ്ങളിലെ ആൺകുട്ടികളെ കൊന്നുകളയുകയും ചെയ്യുക എന്ന് പറയുന്ന ലോകം കണ്ട ഏറ്റവും വലിയ വംശഹത്യ എന്ന് പറയുന്ന നയം സ്വീകരിച്ച ആളാണ് ഫിർഔൻ എന്ന് പറയുന്നത്. അതിന്റെ അവസാന ഭാഗമായിക്കൊണ്ടാണ് അവിടെ നിന്ന് തങ്ങളുടെ വിശ്വാസവുമായി കൊണ്ട് രക്ഷപ്പെടാൻ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തെ ഉന്മൂലനം ചെയ്യുവാൻ, എന്നേക്കുമായി ഇല്ലാതാക്കുവാനുള്ള ശ്രമത്തിന്റെ അവസാന ഭാഗമാണ് അത്. കടലിന്റെ അടുക്കലെത്തുമ്പോഴേക്ക് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ മൂസാ നബിയുടെ അടുക്കൽ പറയുന്നത് ഇന്നാ ലമുദ്റഖൂൻ, അതാ നമ്മൾ പിടിക്കപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്, നമ്മൾ പിടിക്കപ്പെട്ടു കഴിഞ്ഞു. കാരണം ഇനി നമുക്ക് മുന്നിൽ കടലാണ്, അതിന്റെ പിന്നിൽ നമ്മളെ ഇല്ലാതാക്കാൻ വന്നുകൊണ്ടിരിക്കുന്ന ഫിർഔനിന്റെ സൈന്യമാണുള്ളത്, അതുകൊണ്ട് നമ്മൾ പിടിക്കപ്പെട്ടു കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മറുപടി എന്റെ റബ്ബ് എന്റെ കൂടെയുണ്ട് എന്നാണ്. എന്റെ റബ്ബ് എന്റെ കൂടെയുണ്ട്, അവൻ എനിക്ക് വഴി കാണിക്കും. ആ ഒരു പ്രഖ്യാപനം നടത്തണമെങ്കിൽ വിശ്വാസികളുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടുന്ന വിശ്വാസത്തിന്റെ ഒരു കാഠിന്യമുണ്ട്. നമുക്ക് പ്രതിസന്ധികളെ നേരിടാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, അള്ളാഹു ഉണ്ട്, എന്റെ റബ്ബ് എന്നോടൊപ്പമുണ്ട് എന്ന് നാവുകൊണ്ട് പറയുമെങ്കിലും നമ്മുടെ ഹൃദയം അത് അംഗീകരിച്ചിട്ടില്ല. എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് എന്ന് ആരോട് വേണമെങ്കിലും അർത്ഥശങ്കക്കിടയില്ലാതെ നമ്മൾ പറയുമെങ്കിലും മനസ്സ് അതിന് പാകപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രതിസന്ധികളിൽ നമ്മൾ പതറിപ്പോകാറുണ്ട്. അങ്ങനെ ഒരു പതർച്ചയുണ്ടാകുന്നുവെങ്കിൽ അവരോട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പറയുന്നത് ഞങ്ങൾ പിടിക്കപ്പെട്ടു കഴിഞ്ഞു, ഇല്ലായ്മയ്ക്ക് ഇരയാകാൻ പോകുന്നു എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കടലിലടിക്കുവാനും അതിൽ ഉണങ്ങിയ ഒരു വഴി, അങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. സാധാരണ കടലിലെ വെള്ളം രണ്ട് ഭാഗങ്ങളിലേക്ക് മാറിക്കഴിഞ്ഞാൽ നടുക്കുണ്ടാവുക ചെളി നിറഞ്ഞ വഴിയാണ്. എന്നാൽ ഉണങ്ങിയ അവർക്ക് സഞ്ചാരയോഗ്യമായ ഒരു വഴി അവർക്ക് തുറച്ചു ലഭിച്ചു എന്നതാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും മൂസാ നബിയുടെ സമൂഹവും അതിലൂടെ കടന്ന് അവർ മറുകരയെത്തുമ്പോഴേക്ക് ഫിർഔനും ഫിർഔനിന്റെ കൂടെയുള്ള ആളുകളും ഏതാണ്ട് മുഴുവൻ ആളുകളും ആ കടലിന്റെ മധ്യത്തിലെത്തിയപ്പോഴാണ് റബ്ബ് സുബ്ഹാനഹു വ തആല അതിന്റെ രണ്ടിനെയും ഒന്നിപ്പിച്ച് അവരെ നശിപ്പിച്ചു കളഞ്ഞത്. ഒരു ജനതയെ ഇല്ലാതാക്കുവാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും, ചരിത്രം കണ്ട ഏറ്റവും ക്രൂരമായ ശ്രമങ്ങൾ നടത്തിയ ഫിർഔനിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വച്ചിരിക്കുന്നത് ഇത്രയും വലിയ ശിക്ഷയാണ് എങ്കിൽ വിശ്വാസി സമൂഹത്തിന് പ്രതീക്ഷയേകുന്ന ചരിത്രമാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടേത്. ആരൊക്കെ എന്തൊക്കെ ഇതിനെ ഇല്ലാതാക്കുവാൻ ശ്രമിച്ചാലും, ഏതൊക്കെ രൂപത്തിൽ അത് എന്തൊക്കെ നിയമങ്ങൾ കൊണ്ടുവന്ന് ഇതിനെ ഇല്ലാതാക്കുവാൻ ശ്രമിച്ചാലും, ആ അഹങ്കാരികളായ ആളുകൾക്ക് താക്കീത് എന്ന വണ്ണം അവർ മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ഒരു വർത്തമാനമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലുൽ ളാലിമൂൻ, ഈ അക്രമകാരികളായ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അക്രമത്തെക്കുറിച്ച് അല്ലാഹു അശ്രദ്ധനാണ് എന്ന് അവർ വിചാരിക്കരുത്. വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ, അല്ലാഹു അശ്രദ്ധനാണ്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ദുഷ്ടത്തരങ്ങൾ, ഈ അക്രമങ്ങൾ അല്ലാഹു കാണുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അങ്ങനെ ഒരു വിചാരമാണ് വീണ്ടും വീണ്ടും അക്രമങ്ങൾ പ്രവർത്തിക്കുവാൻ, ഒരു ജനതയെ ഇല്ലാതാക്കുവാനുള്ള നിയമങ്ങളും നടപടികളും ഒക്കെയായിക്കൊണ്ട് മുന്നോട്ടു പോകുവാൻ അത്തരത്തിലുള്ള ആളുകൾക്ക് തോന്നുന്നത് എങ്കിൽ അവർ വിചാരിക്കേണ്ടത് അല്ലാഹു അശ്രദ്ധനല്ല, അല്ലാഹു കൃത്യമായി നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തശഖസു ഫീഹിൽ അബ്സാർ,
ഇന്ന് ഈ ലോകത്ത് അവരെ അല്ലാഹു വെറുതെ വിടുകയാണ് എങ്കിൽ പോലും ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ, ഒരു ദിവസത്തേക്ക് വേണ്ടി അവരെ വൈകിപ്പിക്കുകയാണ് റബ്ബ് ചെയ്യുന്നത്. ഒരു ദിവസത്തേക്ക് വേണ്ടി അവരെ കരുതി വെക്കുകയാണ് ചെയ്യുന്നത്. കണ്ണുകൾ തുറിച്ചു നോക്കുന്ന ഒരു ദിവസം, അല്ലാഹുവല്ലാതെ അല്ലാഹുവിങ്കൽ നിന്നല്ലാതെ ഒരു സഹായവും ലഭിക്കാനില്ല എന്ന് പൂർണ്ണ ബോധ്യമായ സമയത്തും, എന്നാൽ അതേ രക്ഷിതാവിങ്കൽ നിന്ന് ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള സഹായവും ലഭിക്കുകയില്ല എന്ന തിരിച്ചറിവ് അവരുടെ കണ്ണുകളെ വികലമാക്കുന്നുണ്ട് എങ്കിൽ, അങ്ങനെയുള്ള ഒരു ദിവസത്തിലേക്ക് അവരുടെ കാര്യങ്ങൾ അല്ലാഹു മാറ്റിവെച്ചിരിക്കുകയാണ് എന്ന ഒരു തിരിച്ചറിവുണ്ടാവണം. സത്യവിശ്വാസികൾക്ക് പ്രതീക്ഷയേകുന്ന രണ്ടാമത്തെ കാര്യമാണത്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഭൂമിയിൽ വെച്ച് തന്നെ കൈകാര്യം ചെയ്യും എന്നതിനുള്ള തെളിവാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പിന്നെ കടന്നുപോയിട്ടുള്ള ഫിർഔനിനെ കടലിൽ മുക്കിക്കൊന്നത് എങ്കിൽ, അതല്ലാത്ത അക്രമം ചെയ്യുന്ന ആളുകളെ അല്ലാഹു ഈ ലോകത്ത് വെച്ച് കൈകാര്യം ചെയ്യുന്നില്ല എങ്കിൽ, നാളെ പരലോകത്ത് നമ്മൾ സാക്ഷിയായിക്കൊണ്ട് നമ്മുടെ കൺമുന്നിൽ വെച്ചുകൊണ്ട് അവരെ അല്ലാഹു ശിക്ഷകൾക്ക് വിധേയമാക്കുന്ന ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കണം പ്രതീക്ഷയോടുകൂടി എന്ന ചിന്തയാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് മുന്നിൽ വെക്കുന്നത്. അതുകൊണ്ട് മുഹറം എന്ന് പറയുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയുടെ മാസമാണ്. വിജയത്തെ സംബന്ധിച്ചുള്ള പ്രതീക്ഷ, ജീവിതത്തിൽ ഇനി സുദിനങ്ങൾ വരാനുണ്ട് എന്ന പ്രതീക്ഷയാണ് വിശ്വാസികൾക്ക് മുഹറം നൽകുന്നത്. അതുകൊണ്ട് തന്നെ പ്രതീക്ഷയോടുകൂടി ഈ പുതിയ ഒരു വർഷത്തിലേക്ക് പ്രവേശിക്കുവാനും അതിലുപരി വിശുദ്ധമായ മനസ്സോടുകൂടി സൽക്കർമ്മനിരതമായ പ്രവർത്തനങ്ങളോടുകൂടി മുന്നോട്ടു പോകുവാൻ വിശ്വാസികൾക്ക് സാധിക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ വിചാരണ അടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറെ ശ്രദ്ധ പാലിക്കേണ്ടുന്ന സമയമാണ്. വിശ്വാസികൾ ആ രൂപത്തിൽ അവരുടെ ചിന്തകളെ ക്രമീകരിച്ച് പുതിയ ഒരു വർഷത്തിലേക്ക് കാലെടുത്തു വെക്കുവാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മുഹറം മാസത്തിലാണ് നമുക്കെല്ലാം അറിയുന്ന പ്രധാനപ്പെട്ട 2 നോമ്പുകളുള്ളത്. ആശുറ, അതേപോലെ തന്നെ തസ്വാ. മുഹറം 9-നും മുഹറം 10-നുമാണ് ആ നോമ്പ് നോൽക്കേണ്ടുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അഫ്ളലു സിയാമി ബഅദ റമളാൻ ശഹ്റുല്ലാഹിൽ മുഹറം. റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും അഫ്ളലായിട്ടുള്ള, ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് അത് മുഹറത്തിലെ നോമ്പാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാൻ സാധിക്കും. അവിടെ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോ പ്രവാചകൻ പറഞ്ഞത് ഷഹ്റുല്ലാഹിൽ മുഹറം എന്നാണ്. അള്ളാഹുവിന്റെ മാസമായ മുഹറം. ഷഹ്റുല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മാസം എന്നാണ്. ഒരു കാര്യത്തെ അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുമ്പോൾ മറ്റുള്ളവയിൽ നിന്ന് ചില പ്രത്യേകതകളും പ്രസക്തിയും അതിനുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ എന്നാണ്. അപ്പോ മറ്റുള്ളവർക്കില്ലാത്ത ഒരു പ്രത്യേകത പ്രവാചകനുണ്ട്. കിതാബുല്ലാഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വേദഗ്രന്ഥം എന്നാണ്. മറ്റ് ഗ്രന്ഥങ്ങൾക്കില്ലാത്ത ഒരു പ്രത്യേകത അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിനുണ്ട്. ഇതുപോലെ തന്നെ അള്ളാഹുവിലേക്ക് ചേർത്തു പറഞ്ഞ ഒരു മാസത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. അതിലെ നോമ്പുകളാണ് റമദാനിലെ നോമ്പ് കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പുകൾ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നതായി കാണുവാൻ സാധിക്കും. ഖദിമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ ചെയ്ത് മദീനയിലേക്ക് വന്ന സമയം ഫറഅൽ യഹൂദ തസൂമു യൗമൽ ആശുറ. ജൂതന്മാര് മുഹറം 10-ന് നോമ്പ് നോൽക്കുന്നതായി പ്രവാചകൻ കണ്ടു. ഫഖാല മാ ഹാദാ. അപ്പൊ നബി അവരോട് ചോദിച്ചു, മാ ഹാദാ, എന്താണ് നിങ്ങൾ ഇങ്ങനെ ഈ മുഹറം 10-ന് നോമ്പ് നോൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോ ഖാലു ഹാദാ യൗമുൻ സാലിഹ്. ഇത് വളരെ പവിത്രമായ ഒരു ദിനമാണ്. ഹാദാ യൗമുൻ നജ്ജല്ലാഹു ബനി ഇസ്രായീല മിൻ അദുവിഹിം.
ഈ ദിവസമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബനൂ ഇസ്രായേലിനെയും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെയും ഫിർഔനിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. ഫസ്വാമഹു മൂസ, അന്നേ ദിവസം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ കാരണമായിക്കൊണ്ട് നോമ്പ് നോക്കിയിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഫഅന അഹഖു ബിമൂസ മിൻകും, നിങ്ങളെക്കാൾ മൂസയോട് കടപ്പെട്ടവൻ, ബന്ധമുള്ളവൻ ഞാനാണ്. അതുകൊണ്ട് ഫസ്വാമഹു, പ്രവാചകനും ആ ആശുറായിൽ മുഹറം 10 നോമ്പ് നോക്കുകയും വഅമറ ബിസിയാമിഹി, അന്നേ ദിവസം നോമ്പ് നോക്കാൻ കൽപ്പിക്കുകയും സഹാബിമാരെ ഉപദേശിക്കുകയും ചെയ്തു എന്ന ഹദീസിൽ കാണാം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പ്രവാചകൻ പറഞ്ഞതായി കാണാം, ലഇൻ ബഖൈതു ഇലാ ഖാബിലിൻ, അടുത്ത വർഷം ഞാൻ ബാക്കിയാവുകയാണ് എങ്കിൽ, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണ് എങ്കിൽ ലഅസൂമന്നത്താസിയ, ഞാൻ മുഹറം 9 കൂടി നോമ്പ് നോൽക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണുവാൻ സാധിക്കും. എന്നാൽ അടുത്ത വർഷത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നില്ല, പ്രവാചകൻ വഫാത്താവുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രസക്തമായ, ഏറ്റവും അഫ്ളലായിട്ടുള്ള 2 നോമ്പുകളാണ് മുഹറമിലെ 9ഉം 10ഉം എന്ന് പറയുന്നത്. ആ നോമ്പ് വളരെ പ്രതീക്ഷയോടുകൂടി അതിന്റെ എല്ലാ പ്രതിഫലങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസിൽ കാണാം, മുൻകഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങൾ നിങ്ങൾക്ക് പൊറുത്തു തരപ്പെടുന്ന അത്രയും പ്രതിഫലാർഹമായ നോമ്പാണ് മുഹറമിന്റേത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പ്രതീക്ഷയോടുകൂടി അതിനെ കൃത്യമായി ഉപയോഗപ്പെടുത്തണം എന്ന രൂപത്തിൽ തന്നെ മനസ്സൊരുക്കി ആ ഒരു നിയ്യത്തോടുകൂടി തന്നെ മുഹറമിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മാത്രവുമല്ല, മുഹറവുമായി ബന്ധപ്പെട്ട് നമുക്കിടയിൽ എന്ന് പറഞ്ഞാൽ മുസ്ലിം നാമധാരികൾക്കിടയിൽ നിലനിൽക്കുന്ന ഏറെക്കുറെ അന്ധവിശ്വാസങ്ങളും അത്യാചാരങ്ങളും ഒക്കെയുണ്ട്. ഇൻഷാ അല്ലാഹ് വരുന്ന ഖുതുബകളിൽ സാധ്യമെങ്കിൽ അതിനെക്കുറിച്ച് സൂചിപ്പിക്കാവുന്നതാണ്. എന്തായാലും മുഹറമിനെ കൃത്യമായി ഉപയോഗപ്പെടുത്തുവാനും ആ മുഹറമിലൂടെ തുടങ്ങുന്ന ഒരു പുതിയ വർഷത്തെ അള്ളാഹു ആയുസ് നൽകുന്ന കാലം അത്രയും അള്ളാഹുവിലുള്ള വിശ്വാസത്തോടുകൂടി നമ്മൾ ഒരു പ്രാർത്ഥന അള്ളാഹുവിനോട് നടത്തുകയാണ് എങ്കിൽ, ഒരു പ്രതിസന്ധിയിൽ അള്ളാഹുവിന്റെ നേരെ കൈ ഉയർത്തുമ്പോൾ അള്ളാഹു ആ കൈയിനെ തട്ടിക്കളയാത്ത വിധത്തിലുള്ള ഒരു ബന്ധം അള്ളാഹുവുമായി ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ വിധത്തിൽ വിശ്വാസത്തെയും കർമ്മത്തെയും പെരുമാറ്റങ്ങളെയും ഇടപെടലുകളെയും ഇടപാടുകളെയും എല്ലാം ക്രമീകരിക്കാൻ അള്ളാഹു നമുക്ക് ഇവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ അറിഞ്ഞും അറിയാതെയുമുള്ള തെറ്റുകുറ്റങ്ങൾ നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി പെരുമാറാവട്ടെ. നമ്മളിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ, അവരുടെ എല്ലാം രോഗങ്ങളെ അള്ളാഹു പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടുപോയ ധാരാളം ആളുകൾ, ബന്ധുമിത്രാദികൾ, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, അയൽവാസികൾ, എല്ലാവരുടെയും ഖബറുകളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. ഈ ദിവസവും നമ്മുടെ ഇടയിൽ നിന്ന് നാം അറിയുന്ന ഒരു സഹോദരൻ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ പാപങ്ങൾ പുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാവട്ടെ. ഖബറുകളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മെയും അവരെയും അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم